ചേട്ടാ. താങ്ക് യു. ചെറിയ ചെറിയ പ്രശ്നം വന്നല്ലേ? നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സാർ. യെസ് മക്കളെ, എന്താ സാർ? ചക്കര നന്നായിട്ട് പാടിയതാ. താങ്ക് യു സാർ. ഇത് നീ എന്തൊക്കെയാലും പഠിച്ചിട്ടുണ്ട് നന്നായി. താങ്ക് യു സാർ. അത് ഒരു സന്തോഷമാണ്. പിന്നെ എനിക്ക് ഇപ്പൊ താരേ നീ ദേ അത്തിരി ഫാസ്റ്റാണ് മോളെ. ഏതേതോ ഒന്ന് പാടാമോ? അല്ല തോ ആ ദോ ദോ വെരി ഗുഡ് ഗുഡ്. വരുന്നുണ്ട് മോളെ, വരുന്നുണ്ട്. അതുകൊണ്ട് മോള് പഠിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടില്ല, നടന്നിട്ടില്ല. അപ്പൊ അടുത്തത് എണ്ണം വളർത്തേ. എണ്ണം വളർത്തേ എണ്ണം വളർത്തേ എണ്ണം എണ്ണമാണ് എണ്ണം, എന്നമല്ല എണ്ണം. ഏതേതോ എണ്ണം വളർത്തേ, ഏതേതോ ആഗ്രഹങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ വളർത്തി എന്നാണ്. അപ്പം അത് ഒന്ന് പാടിയ മോളെ. എണ്ണം വളർത്തേ എണ്ണം എണ്ണം വളർത്തേ. അധികം എണ്ണം അങ്ങനെ അധികമാക്കണം. എണ്ണം വളർത്തേ മതി കേട്ടാ. തൂക്കം വിഴിக்கிறേൻ, തൂക്കം വിഴിക്ക് പാടിക്കും മോളെ. തൂക്കം വിഴിக்கிறേ പൂക്കൾ വളർக்கிறേ. അടുത്തത് അടുത്തത് നീനെ താര താനേ താര. അതെപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. ആ അടുത്തത് പല നീലൂക്കൾ പല പൂക്കൾ നമ്മളെ പല പൂക്കൾ തനനീന പല പൂക്കൾ പല പൂക്കൾ തീന. ഓക്കെ, അത് പാട്ട് പറ. ഓക്കെ, അടുത്തത് മോളെ ഒന്നുകൂടെ അതൊന്ന് കൃത്യമായിട്ട് പാടാമോ? ഓക്കെ. എല്ലാവർക്കും തെറ്റിക്കുന്ന ഒരു പോർഷനാണ് അത്. കാരണം അതൊരു ട്രിക്കി പ്രോഗ്രാം, ട്രിക്കി ഒരു ഫ്രേസാണ് അത്. അതൊരു ട്രിക്കി ഫ്രേസിങ് ആ രാജാസാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പൂവും നാനും മോളെ, നാനും 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 പൂവും നാനും ഏത്. അതുപോലെ എന്തൻ എന്തൻ ഏതാണ് ചരണം? കുലദൈവമേ. സോറി, കുലദൈവമേ. എല്ലാ കുറേയും തീർക്കാൻ ദൈവം വരും, ഉറപ്പാണ് മോളെ കേട്ടാ. നീ ഉഗ്രായിട്ട് പാടി കേട്ടോ, ഉഗ്രായിട്ട് പാടി. എനിക്ക് കുറേ ഇഷ്ടമായി മോളെ. അത് മോളെ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് നീ കേട്ടോ. അതൊരു സ്ഥലം കൺഫ്യൂഷൻ പറ. അത് അത് നമ്മളെ എന്ത് പറഞ്ഞാലും ഉടനെ അത് പിടിച്ച് പാടണം. ഇപ്പം അതിലില്ലെങ്കിൽ പോലും പറയും ഉടനെ ഇങ്ങോട്ട് പാടിയേക്കണം. അതൊന്ന് പാടിക്കേ, കിട്ടണത്. കമോൺ. പല വരും.
പല പൂക്കൾ പല പൂക്കൾ പൂക്കൾ ഇനി പല പൂക്കൾ എന്താ ഒന്നുകൂടി പല പൂക്കൾ താര താരേ പല പല പൂക്കൾ നീ പദ പാപ്പാന്ന് വരും നോട്ട്സ് പല പൂ പാടിക്കേ പല പൂ താര താ പല പൂ പൂ ഇനി അവിടെ നിന്ന് ലൈറ്റ് ചെയ്ത് പല പൂക്കൾ. ഇതൊക്കെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം മനസ്സിലായില്ലേ? അതിപ്പം ഇത് വേണ്ടിയിട്ട് നോക്കിയേ, ഇത് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യണം സ്വന്തമായിട്ട്. എന്നിട്ട് വീട്ടിൽ പോയി കിട്ടിയേ പറ്റൂ നമുക്കത്. ആ സംഗതി എങ്ങനെയും അതെന്താന്ന് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ മോളെ. സിമ്പിൾ സാധനമാണ്. അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്തായാലും സംഗതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു, അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതല്ല വിഷയം. തിരിച്ച് ഉടനെ പാടണം. മനസ്സിലായില്ലേ? കേട്ടോ, അതാണ്. അല്ലാതെ ഇത് രാജാ സാർ കമ്പോസ് ചെയ്തോ എന്നുള്ളതല്ല കേട്ടോ. മോള് അവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്നു സിമ്പിളാവും എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. താങ്ക് യു സർ. ഹരിച്ചേട്ടാ ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. ദിയയുടെ ഇതുവരെ ഉള്ളതിൽ ദ ബെസ്റ്റ് പെർഫോമൻസ്. ദിയ കോൺഫിഡന്റ് ആയിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വന്ന് പാടി. താങ്ക് യു സർ. അപ്പൊ ഇനി മോള് ട്രെയിൻ ചെയ്യേണ്ടത്, ഇപ്പൊ ഒരു സംഗതി കുറെ കാലമായിട്ട് ഇങ്ങനെ നമ്മൾ അത് തന്നെ പാടിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കും. ഒരാളൊരു കറക്ഷൻ പറയുമ്പം ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ്, എന്തുകൊണ്ട് ആ സംഗതി പറ്റുന്നില്ല എന്നുള്ളത് ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യണം. അല്ലാതെ ഒറിജിനൽ അങ്ങനെയാണ് ഓക്കെ ആയിക്കോട്ടെ, നമ്മളിപ്പോ ഇങ്ങനെ പാടാനും പറ്റണമല്ലോ. മനസ്സിലായില്ലേ? ചിലപ്പോ നമുക്ക് അങ്ങനെ ആ ഒരു പ്ലാൻ കേൾക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അതും ശ്രമിക്കണം. സാർ എല്ലാം പറഞ്ഞു. മലർ ഹിൻഡ്രത് അതാണ് എനിക്ക് ആ നോട്ട്സ് ആദ്യം അപ്പൊ ആ രണ്ടും ഷിഫ്റ്റ് എനിക്ക് ആ രണ്ട് നോട്ട് രണ്ട് കറക്റ്റായിട്ട് മനസ്സിലായില്ല ഒറിജിനൽ മോൾ പാടിയ സമയത്ത്. ബാക്കിയൊക്കെ മോളെ നന്നായിട്ട് പാടി. പിന്നെ ഇടയ്ക്ക് ഡ്രൈ ആവുന്നുണ്ട് മോളുടെ ത്രോട്ട്. അത് എന്തോ ഒരു ടെൻഷൻ ഉള്ളിൽ കിടപ്പുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഇടയ്ക്ക് ഡ്രൈ ആവുമ്പം നമ്മളിങ്ങനെ സ്വാലോ ചെയ്യാൻ നോക്കും, പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ യു മാനേജ്ഡ് ഇറ്റ് സംഹൗ. എങ്ങനെയൊക്കെയോ മോൾ അത് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോയി കേട്ടോ. എനിവേ നൈസ്, നന്നായിട്ട് പെർഫോം ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക പല പൂക്കൾ പെറുക്കി പെറുക്കി നീ എവിടെങ്കിലും എത്തുവോടി? ഓ എന്റെ ദിയ, താങ്ക് യു സർ. ഫൈനലി മോളുടെ നല്ലൊരു പെർഫോമൻസ് കണ്ടു. താങ്ക് യു സർ. മോള് നന്നായിട്ട് പഠിച്ചിട്ടാണ് ഈ പാട്ട് വന്നിരിക്കണേ. പക്ഷെ ആ പഠിച്ചതിന്റെ മേലെ സിമെന്റും കൂടിയിട്ട് മൂടി. ഇനി ഇതാരും തുടരുത്, ഇത് ആരും മാറ്റി പാടാൻ പറഞ്ഞാലും ഞാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത്രയും പഠിച്ച് സിമെന്റ് ഇട്ടിട്ടാണ് അവൾ വന്നിരിക്കണേ. പക്ഷെ ഇത് ഭയങ്കര ടഫായിട്ടുള്ള പാട്ടുകളാണ്. പല പല വേരിയേഷൻസും ഇപ്പോൾ ഒരു അനുപല്ലവിയിൽ തന്നെ പല പല വേരിയേഷൻസ് വരുന്നുണ്ട്. പക്ഷെ ആ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും എൻഡിൽ വരുന്ന പ്ലാൻസ് അടുത്ത തുണ്ടുപല്ലവിയിലേക്ക് കയറുന്ന ആ സ്പോട്ടിൽ വരുന്ന പ്ലാൻ തെറ്റിക്കഴിഞ്ഞ പൊന്നുമോളെ ഞങ്ങളെല്ലാവരും കൂടെ കപ്പോ എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിഞ്ഞേനെ. പക്ഷെ അത് ഗംഭീരമായി, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന തുണ്ടുപല്ലവി കുറച്ച് അവിടെ ഇവിടെ ഒന്ന് തെന്നി മാറി. അത് രണ്ടിടത്തും ചരണത്തിലാണെങ്കിലും അനുപല്ലവിയിലാണെങ്കിലും കുറച്ചൊന്ന് സ്ലിപ്പായി. ദിയൊക്കെ തന്നെ അറിയാലോ. പക്ഷെ മോളെ അടിപൊളിയായിരുന്നു മോളെ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, അത്രേ ഉള്ളൂ മോളെ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ ലാസ്റ്റ് റൗണ്ടിൽ എത്ര മാർക്കായിരുന്നു മോളെ? 9 മാർക്ക്. ഏതായിരുന്നു? ഡുവറ്റ്. പിന്നെ അതിലും ബെറ്റർ ആയിട്ട് പാടിയോണ്ട് ഐ എം ഗിവിംഗ് യു 9.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ഞാൻ എത്രയായിരുന്നു മോളെ തന്നത്? 8. മോൾക്ക് ഓർമ്മയുണ്ടോ? ഹരിയുടെ മാർക്കേ ഓർമ്മയുള്ളൂ കുഞ്ഞിന്. അതെന്ത് പരിപാടിയാ മോളെ? നിനക്ക് 6. എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്, എനിക്ക് 10 തന്നു. 9 മാർക്ക്. 9 തന്നെ? ഉറപ്പാണോ? അത് ഇത്ര ഉറപ്പ്? ചുമ്മാ എറിഞ്ഞു നോക്കല്ലേ നീ? മക്കളെ പെട്ടെന്ന് പറ. 9.5. താങ്ക് യു സർ.
19 മാർക്സ് ടോട്ടല്. ഇനിയിപ്പോ ശരത് സാറിന്റെ മാർക്ക് എന്താന്ന് പറയാനുള്ള ഒരു ആകാംക്ഷ. സാർ അതേ തരുള്ളൂ, എനിക്ക് ഉറപ്പാ. മിക്ക 10 ഇട്ടിട്ട് 10 ഇട്ടിട്ടായിരിക്കും. 10 ഇട്ട് അലക്കിയിട്ടുണ്ട് അതിനകത്ത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാല്ലേ. ഈ സന്തോഷത്തിൽ ഞാൻ ഒരു ഗിഫ്റ്റും കൊടുത്താണ്. അപ്പൊ ഈ സന്തോഷത്തിൽ എന്താണ് മിൽമ മിൽമ. Yes, മിൽമ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. താങ്ക് യു. Niva maga